ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ഗെറ്റ് ആൻഡ് റെഡി വിത്ത് മീ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പാണ്. ഇതെങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ ഈ മേക്കപ്പ് ഒക്കെ മാറ്റുന്നതിന് മുന്നേ ഡ്രസ്സ് മാല ഒക്കെ മാറ്റിയിട്ട് വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ, ഇനി മുഖത്തുള്ള ഈ മേക്കപ്പ് കളയാൻ ആദ്യം ഇതേതാ ബ്രാൻഡ് മാഴ്സിൻ്റെ മേക്കപ്പ് റിമൂവർ വെറ്റ് വൈപ്സ് എടുത്തിട്ട് ഈ ഐ ഷാഡോ, ലിപ്സ്റ്റിക്ക്, പിന്നെ കൺമഷി, അങ്ങനെ മുഖത്ത് കുറേ അധികം ഇളവൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യാൻ ഇതുപോലത്തെ വെറ്റ് വൈപ്സ് നല്ലതാണ്. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ കേട്ടോ. പിന്നെ സെയിലിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പം ആമസോണിൽ പ്രൈം ഡേ സെയിൽ ലൈവായിട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആനിവേഴ്സറി സെയിലിൻ്റെ സമയത്ത് മേടിക്കാം. മേക്കപ്പ് അതുപോലെ ഫാഷൻ ഐറ്റംസിനൊക്കെ 70% വരെ ഓഫ് ഉണ്ട് കേട്ടോ. മിസ് ചെയ്യരുത്. എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കാം. അപ്പോൾ ഇതേ ഞാൻ അത്യാവശ്യം മുഖത്തുള്ള പെട്ടെന്ന് കാണുന്ന മേക്കപ്പൊക്കെ തുടച്ചു. ഇതേ നല്ല ഭംഗിയായിട്ടുണ്ട് വൈബ്സ് കാണാൻ. ഇനി കുറച്ച് ഓയിലിട്ടിട്ട് ഇപ്പം കണ്ണിൻ്റെ മുകളിലുള്ള കരിയൊക്കെ പോകണമെങ്കിൽ കുറച്ച് ഓയിൽ വേണം. ഞാൻ ബേബി ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു മസാജ് ഇതൊക്കെ കൊടുത്തിട്ട് പിന്നെ അതൊരു മേക്കപ്പ് റിമൂവർ പാഡ് വെച്ചിട്ട് ആ ഓയിൽ ഒന്ന് തുടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം കൺമഷി ഉണ്ടാവും. അപ്പോൾ എനിക്കാണെങ്കിൽ കൺമഷി ഒന്നും പെട്ടെന്ന് പോവില്ല കേട്ടോ. എത്ര നമ്മൾ കഴുകി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ബാക്കി ഇരിക്കാറുണ്ട്. അപ്പം അതിനാണ് ഞാൻ ഈ ഓയിലിട്ടിട്ട് മുഖത്ത് നന്നായിട്ട് കൺമഷിയും പിന്നെ എന്തെങ്കിലുമൊക്കെ മേക്കപ്പിൻ്റെ ബാക്കി പത്രങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാമെന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യണേ. അപ്പം ഞാൻ ഫേസ് വാഷ് ആയിട്ട് എടുക്കുന്നത് ഇത് ജോവീസിൻ്റെ ഒരു സ്ട്രോബെറി ഫേസ് വാഷാണ്. ഇത് നോർമൽ സ്കിന്നുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. അപ്പം അതിൽ കുറച്ച് തരി പോലെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഇങ്ങനെ വെള്ളം പോലെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പം അതൊന്നും അധികം ഇല്ല കേട്ടോ. അപ്പം അത് നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി കഴുകി മുഖമൊക്കെ തുടച്ച് നല്ല ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഈ നൈറ്റ് സ്കിൻ കെയറിനകത്ത് ഒരുപാട് സംഭവങ്ങളൊന്നും ആഡ് ചെയ്യണില്ല ഇപ്പോൾ. ഇത് മാമ എർത്തിൻ്റെ റൈസ് മോയ്സ്ചറൈസറാണ് കേട്ടോ. റൈസ് അങ്ങനെ എന്തോ അതന്നെ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു മോയ്സ്ചറൈസറാണ്. പകലിടണേക്കാട്ടിലും എനിക്കിഷ്ടം നൈറ്റിൽ ഉപയോഗിക്കുന്നതാണ്. പകൽ ഇത് എനിക്ക് അത്ര സ്യൂട്ട് ആവില്ല. എനിക്കപ്പം ഇപ്പം എൻ്റെ സ്കിൻ ഓയിലി അല്ല ഡ്രൈയും അല്ല, ഒരു നോർമൽ സ്കിൻ ടോണാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കട്ടിയുള്ളതും ഇടാം. അതേപോലെ തന്നെ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ കട്ടിയുള്ളത് രാത്രി ഇടുന്നതാണ് കേട്ടോ. പിന്നെ നേരെ ലിപ് ബാമിലേക്ക് പോവാണ്. ഇത് വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ്. എൻ്റെ ലിപ്പ് അതിനടുത്ത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഇരുന്നിരുന്നത്. പക്ഷേ ഇപ്പം ഇത് ഇട്ടതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങിയ ശേഷം അത്യാവശ്യം ലിപ്പ് പണ്ടത്തെ സെറ്റിങ് ആ ഒരു ലെവലിലേക്ക് വന്നു. പിന്നെ ഞാൻ എൻ്റെ ബോഡി ക്രീമായിട്ട് ഈ വാസലിൻ്റെ ഈ ഒരു ബോഡി ലോഷനാണ്. അതിപ്പോൾ കൈമലും കാലുമലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എൻ്റെ നൈറ്റ് സ്കിൻ കെയറും ഇവിടെ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്ളോഗ് നെക്സ്റ്റ് ദിവസം ഇടാം. ടാറ്റാ.